കോൺഗ്രസിലെ കെ സുധാകരൻ ഒടുവിൽ വിജയിച്ചു എന്ന് പറയാം അല്ലേ? അതല്ലേ പാടുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസിന് അഡ്രസ് ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുമല്ല, കേരളത്തിൽ നമുക്കെന്ത് രാഷ്ട്രീയത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത 3 രാഷ്ട്രീയ നേതാക്കന്മാരുള്ളത്. പിണറായി വിജയൻ, ഈ സുധാകരൻ, കുഞ്ഞാലിക്കുട്ടി. ഈ 3 എണ്ണത്തിന് എടുത്ത് മാറ്റിയാൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം രണ്ടായിക്കൊള്ളത് നിലവിലുള്ള സാഹചര്യം. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക ലീഡർ പോയിട്ട് എന്ത് സംഭവിച്ചു? അന്നത്തെ സാഹചര്യം അല്ലെന്ന്. ഇന്ന് കോൺഗ്രസ് അതീവ ദുർബലമാണ്, അന്നത്തെ ദുർബലമായിരുന്നില്ല. അന്ന് ലീഡറിനെ CPI-ക്കാർ പാര വെച്ചുകൊണ്ടാണ്, VS-നെ വെച്ച് CPI-ക്കാർ പാര വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോഴേക്ക് ഒരു വൈക്കാവുകയായിരുന്നു, ലീഡറാകുമായിരുന്നു കോൺഗ്രസ്. സുധാകരൻ്റെ കാര്യത്തിൽ അതല്ല. സുധാകരനെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി BJP ഉണ്ട്. സുധാകരനെ ചാടി അന്നപ്പോൾ അവർ പിടിച്ചുകൊണ്ടു. മാത്രമല്ല മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാവും. കാരണം സുധാകരൻ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമാണ്, ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമാണ്. അയാൾക്ക് ഒറ്റയ്ക്കൊരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റും. അയാൾ അത്ര വിശ്വാസം ആളുകൾക്കുണ്ട്. അയാൾ നിങ്ങൾ ഈ പറയുന്ന ഈ ഹിപ്പോക്രസി കൊണ്ട് നടക്കുന്ന ആളല്ല. അങ്ങനെ മറ്റവനെ കാണാൻ പോയാൽ അങ്ങനെ പറയും ഞാൻ കാണാൻ പോയി എന്താ പേസ്റ്റ് മേടിക്കാൻ പോയതോ ആരാ മോംസം മാമങ്ങൾ. നെഹ്റു കോളേജുകാർ ആരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ പോയി അദ്ദേഹം അങ്ങനെ പറയും അതെൻ്റെ എൻ്റെ എന്താ പറയുക എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് പാർട്ടിക്ക്. അങ്ങനെ മറയില്ല. നമ്മളിതൊക്കെ വന്നത് എങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളാണ്, നമുക്കൊന്നും താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷെ അയാളെ വിശ്വസിച്ച് ഇതുകൊണ്ട് തന്നെ കൂടെ വെക്കുന്ന ഒരുപാട് ആളുകൾ. പിന്നെ ഈ CPM-ന്റെ അടി കിട്ടുന്ന കോൺഗ്രസിനെല്ലാം വിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമാണ് സുധാകരൻ. സുധാകരനെ തിരിച്ചു പിടിച്ചേക്കാൾ കൽപ്പുണ്ട്, സുധാകരൻ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് സുധാകരൻ ആലപ്പുഴത്തെ സുധാകരനല്ല, സുധാകരൻ പോയ 8ന്റെ പണി കിട്ടും. അത് മനസ്സിലായിക്കൊണ്ടാണ് എന്നാലും പോയിക്കോട്ടെ എന്ന് ചോദിച്ചൂടെ. എന്താ രാഹുൽ ഗാന്ധി വേണ്ടത് സോണി കർണാടക പോകുമ്പോൾ ഈ ഹൈക്കമാൻഡിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എന്ത് സംഭവിച്ചു? അപ്പോയിൻമെൻറ്റ് കൊടുത്തോന്ന് എനിക്കറിയില്ല. ഇപ്പം വന്ന ന്യൂസ് ശരിയാണെങ്കിൽ സുധാകരൻ ആരാന്ന് അവർക്ക് അറിയാം. സുധാകരൻ ജയിക്കുമോ അപ്പോൾ കണ്ണൂരിൽ നിന്ന്? കാരണം അതോ ഇവന്മാർ വലിച്ചില്ലെങ്കിൽ പാലം വലിക്കുകയോ ചെയ്യാം. വലിച്ചു തോൽപ്പിച്ച ഇവന്മാരുടെ കുദാശ കൂടിയായി, അന്ത്യകുദാശ. സമയത്തിൽ ഞാൻ വന്ന് പോകേണ്ടി വരും. സുധാകരൻ അതിനുള്ള ശേഷിയുണ്ട്. അല്ല, സുധാകരന്റെ അനാരോഗ്യ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞൊക്കെയാണ് KPCC അനാരോഗ്യം. ഇവന്മാർക്ക് എത്ര ആൾക്ക് ആരോഗ്യമുണ്ട്? ഇതിൽ എത്രയെണ്ണ തലയിൽ മറ്റേ സാധനം ഇട്ടുകൊണ്ട് നടക്കുന്നത്? തലവേദന വരുന്ന സാധനം ഉണ്ടല്ലോ, ഞാനൊന്നും ഉപയോഗിക്കില്ല. ഈ മുടി കറുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡൈ നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്നില്ല. നമ്മള് പഠിച്ചോന്ന് വന്ന് ഇങ്ങനെയൊക്കെ മതി. പഠിച്ചോനെ നമുക്ക് പറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ മതി. ഇതും പൂശി നടക്കുന്ന എത്ര എണ്ണ പാർട്ടി? അവർക്കൊക്കെ ആരോഗ്യമുണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞത്? പിന്നെ ഈ ആരോഗ്യം എന്ന് പറഞ്ഞ ആളുകളെ കളിയാക്കാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ ആരാ എപ്പം പോകാന്ന് പഠിച്ചോനെ അത്രേ അറിയും. നിങ്ങളാരാ തീരുമാനിക്കുക? സുധാകരനാണ് നല്ല ജിമ്മിലൊക്കെ പോയി കട്ടയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ സുധാകരൻ ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രിയാ ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അവരുടെ എണ്ണം കൂടുകയാണ്. അത് നോക്കണ്ട. സുധാകരൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ മന്ത്രിയായിരിക്കും. അല്ലെങ്കിൽ പല ഈ ഹൈക്കമാൻഡ് തന്ന ആളുകളുണ്ടല്ലോ, അവർ സമ്മതിക്കില്ല. സുധാകരന് കുഴപ്പമില്ലാത്ത വകുപ്പ് കൊടുക്കും, വനം വകുപ്പോ. അതാണ് ഏറ്റവും പ്രധാന വകുപ്പ്. അങ്ങനെ നേതാവല്ലേ? അല്ല, അങ്ങനെയാണ് കൊടുക്കാണ്. ഇപ്പോൾ ആഭ്യന്തരം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഭ്യന്തരമാണ് കൊടുക്കേണ്ടത്, എങ്കിലേ വല്ലതും നടക്കുള്ളൂ. പക്ഷെ കൊടുക്കില്ല. ഇവരൊക്കെ തമ്മിലൊരു ഒത്തുകളി ഉണ്ടെന്ന് അറിയില്ലേ? അതുകൊണ്ട് MAV വന്നിട്ടില്ലേ? സോണിയാഗാന്ധിയെ ഞാൻ സംശയിക്കില്ല. പക്ഷെ എങ്ങനെ അങ്ങേർ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ നമ്പൂരി? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സോണിയാഗാന്ധിൻ്റെ അടുത്തെത്തി എന്ന് പറയണോ? പക്ഷേ അവനെ ഞാൻ സംശയിക്കില്ല. അവരൊക്കെ തമ്മിൽ ഇങ്ങനെ ചില സംഭവമുണ്ട്. കോൺഗ്രസ്സുകാർ ഒന്നാമത് അതുകൊണ്ടല്ലേ അടിച്ചൊതുക്കേണ്ടത് അടിച്ചൊതുക്കണ്ടേ ചെയ്യില്ല. അതുകൊണ്ട് വല്ല വനവകുപ്പൊക്കെ വണ്ട് മുമ്പ് ഒരു ഭരിച്ച വകുപ്പാണ് വനം. അന്നാണ് അൻവറൊക്കെ രക്ഷപ്പെട്ടത് ആ സമയത്ത്. അപ്പോൾ വനം വകുപ്പൊക്കെ കൊടുക്കും. പക്ഷേ കോൺഗ്രസിലെ ഈ കലഹം അവരുടെ ഒരു അധികാരത്തിൽ വരും എന്നുള്ളതിനകത്തൊരു കോട്ടം സംഭവിച്ചു. അല്ല, അതുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇവന്മാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മൊത്തം കൺഫ്യൂഷൻ, ഗ്രൂപ്പ് അടിയായിരിക്കും എന്നുള്ള ഫീലാണ്. മറ്റേ അതില്ലല്ലോ, ഒറ്റ നേതാവ് ഒരു വാക്കാണ്. ദേശീയ തലത്തിൽ പോലും ഒറ്റ നേതാവ് ഒരു വാക്കുമാണ്. നമ്മളെ സംബന്ധിച്ചതാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഒക്കെ അതാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാനം തമ്മിൽ നല്ല ബന്ധമാണ്. ഈ കോൺഗ്രസ് വന്നാൽ മോഡി എങ്ങനെ ആ ബന്ധം കൊണ്ടുപോകുന്നു പഠിച്ചോന്ന് അതിലറിയും.
ഇതൊക്കെയാണ്. അപ്പോൾ അത്തരം ചിന്താഗതികളെ ആശയങ്ങളെ ബലപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ. പക്ഷെ ഇതിനകത്ത് ഇപ്പം സുധാകരന് വഴങ്ങിക്കൊടുത്തു. ഇനി നിൽക്കുകയാണ് അടൂർ പ്രകാശൊക്കെ. അടൂർ പ്രകാശ് സുധാകരനെ പോലെ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമല്ല. അടൂർ പ്രകാശ് അങ്ങനെ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമൊന്നുമല്ല. അടൂർ പ്രകാശിനെ അതായത് വോട്ട് കൊണ്ടുവരാൻ പറ്റും, പക്ഷെ സുധാകരനെ പോലെ ഒറ്റയ്ക്കൊരു പാർട്ടി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതില്ല. പക്ഷെ അടൂർ പ്രകാശിനെ കൊണ്ടുവന്നാൽ കോന്നി ഇവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. കോന്നി തിരിച്ചു പിടിക്കാൻ പറ്റും. അതവർ കൊണ്ടുവരുന്ന അവർ തീരുമാനിക്കട്ടെ. മറ്റേത് മുരളീധരൻ ജയിക്കുകയും ചെയ്യും. മുരളീധരൻ അവിടെ തോറ്റാലും ആറ്റിങ്ങൽ മുരളീധരൻ ജയിക്കും. പക്ഷെ മുരളീധരത്താണ് അവിടെ ജയിക്കുമെന്ന് തോന്നുക പോക്ക് കണ്ടിട്ട്. എവിടെ? അഴീക്കോട്. അതിന് കടകംപള്ളിക്ക് പണ്ടത്തെ ഗ്ലാമല്ലല്ലോ. ഉണ്ട്. പണ്ടത്തെ ഗ്ലാമപ്പല്ല. മാത്രമല്ല മുരളീധരൻ കുറച്ചല്ലേ അവിടെ കിടന്ന് കളിക്കുകയല്ലേ എല്ലാ വീട്ടിലും. കമ്മ്യൂണിസ്റ്റുകാരനെ, കോൺഗ്രസ്സുകാരനെ ചെയ്യാനൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് ഫുൾ ടൈം അവിടെ തന്നെയാണ്, കൈക്കോട്ട് തന്നെ. പിന്നെ കൈക്കോട്ട് തന്നെ ഡെമോഗ്രാഫിയിൽ ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. അവിടെ ഈ അന്യസംസ്ഥാന വൈറ്റ് കോളർ ജോബ് ഉള്ളവർ കൂടുതലാണ്. അപ്പം അവർ പൊതുവെ BJP അനുഭവമുള്ളത്. പിന്നെ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സൈബർ വിങ് അതിൻ്റെ ഉള്ളിൽ ഇടാൻ നോക്കിയില്ല. അതൊരു ആക്റ്റീവ് ഒന്നല്ല. കാരണം ഈ സൈബർ ഫീൽഡിലുള്ള പയ്യന്മാർക്ക് ഇവരുടെ ഈ ഗുണ്ടായുസവും തെളിവൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് BJP ഗുണമാണ്. കോന്നി കിട്ടില്ല എന്നുള്ളത് ഇങ്ങനെ പോകുന്ന BJP ഗുണമാണ്. അല്ല, ഈ MP-മാരായിട്ടുള്ളവരിൽ പലരും അതിമോഹികൾ വേറെ ഉണ്ട്. എല്ലാവരും പറയും കൊടിക്കുന്നിലൊന്നും പരിഗണിക്കില്ല. ഇയാൾ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ പരിഗണിക്കില്ലല്ലോ. ഇയാൾ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമാണ് സുധാകരൻ. അതുകൊണ്ട് മാത്രം വഴങ്ങിയെന്നുള്ളത്. അതുകൊണ്ട് വഴങ്ങിയത്. അപ്പോൾ അപ്പോഴാണ് സംശയിക്കേണ്ടത്, ഇനി സുധാകരനെ ജയിപ്പിക്കുമോ എന്നുള്ളതാണ്. ജയിപ്പിക്കുമോ എന്നുള്ളത് അതടുത്തത്. ജയിപ്പിച്ചില്ല എന്നപ്പോൾ അവർ അനുഭവിക്കും. എല്ലാവരോടും കളിക്കുമ്പോൾ സുധാകരനോട് കളിക്കരുത്, കളിക്കാൻ പറ്റിയല്ല. അയാൾ ആ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വൃത്തികെട്ട അട്രോസിറ്റീസിൻ്റെ കാലഘട്ടത്തിൽ അവിടെ നിന്ന് വന്ന ഒരാളാണ്. അയാളെ നിങ്ങൾ എന്താക്കാനാണ്? പിന്നെ അയാൾക്ക് RSSന്റെ പിന്തുണ എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. കാക്കായിമാർക്കും അയാൾ ഇഷ്ടമാണ്. കാര്യം നടത്താൻ സുധാകരൻ വേണം. നിങ്ങൾ എന്താക്കാനാണ് സുധാകരൻ? ഇപ്പം മണ്ഡലം കണ്ണൂരിരിക്കുന്നത് കടന്നപ്പള്ളിയുടെ കയ്യിൽ. കടന്നപ്പള്ളി ഇനി ഇപ്പം മത്സരിക്കുന്നില്ലല്ലോ ഇത്തവണ. അത് മുസ്ലിംസിന് അത് വാങ്ങുന്നത് എന്താ വെച്ചാൽ മുസ്ലിംസിന് ഈ 2014 ഈ LDF വന്നിട്ടില്ലെങ്കിൽ അത് BJP വളരും പേടിയുണ്ടായിരുന്നു. ഇപ്പം ആ പേടി നേരെ ഓപ്പോസിറ്റാണ്. ഇത്തവണ കോൺഗ്രസിന് കിട്ടിയിട്ടില്ലെങ്കിൽ BJP വളരും. അതുകൊണ്ട് അത് മുസ്ലിം പ്രൊഡോമിനൻ്റ്ലി മുസ്ലിം പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. പിന്നെ നായന്മാരുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ കോമ്പിനേഷനാണ്. ഇത് ക്രിട്ടിക്കൽ ജംഗ്ഷനിൽ മാത്രമേ അത് മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് അതാണ് സുധാകരനെ യു കാനോട്ട് ഇഗ്നോർ സുധാകരൻ. യു ക്യാൻ ഇഗ്നോർ സുധാകരൻ ഫ്രം ആലപ്പുഴ, ബട്ട് നോട്ട് ഫ്രം കണ്ണൂർ. അത് ഇതൊക്കെ ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.